വീട്ടുകുത്ത് സ്കൂൾ സാംസ്കാരിക നിലയത്തിലെ നവീകരിച്ച വായനശാല നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നമുക്ക് വിളിച്ചാൽ കിട്ടില്ല. അതേസമയം നമ്മൾ ചെയ്യാനുള്ള അനിവാര്യമായ പ്രവൃത്തികൾ ഓരോന്നായതുകൊണ്ട് സാന്നിധ്യം മാത്രം അറിയിച്ച് ഓടുകയാണ് ഇപ്പം ചെയ്യുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ 2 പരിപാടി കഴിഞ്ഞു. പിന്നെ ഇത് 3ാമത്തതാണ്. അതിൻ്റെ ഒപ്പമാണ് എഞ്ചിനീയർ NITയിലെ പ്രിൻസിപ്പൽ ആൾ വന്നു. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ച് നമ്മളുടെ ഈ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ പലപ്പോഴും വിവാദമായി ഇനി എന്നാൽ അത് തലയിൽ വീഴാൻ പേടിച്ചിരിക്കുക. അപ്പം അത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ചെയ്തത് അവിടേക്ക് ഒരു ലെറ്റർ കൊടുക്കുകയാണ്. പക്ഷെ അതുവരെ വരാൻ സാധിച്ചില്ലായിരുന്നു അദ്ദേഹത്തിന്. ഇന്നിപ്പോൾ പോയി കൊണ്ടുവന്നത്. അപ്പം അത് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പോയി കൊണ്ടുവന്ന് പറയണത് നിരുത്തരവാദപരമാണെന്നുള്ളത് കൊണ്ടാണ് ഒപ്പം നടന്നത് കാണിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ എന്തെങ്കിലും മുഖച്ഛായ മാറ്റാനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചന കൂടി നടത്തിയാണ് ഇപ്പം ഞങ്ങൾ എത്തിയത്. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാമോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് പാത്തിപ്പാറ, മുസ്തഫ കളത്തുംപടിക്കൽ, മേരി ഷിബു, വാർഡ് കൗൺസിലർ ഷഫീഖ് മണലൊടി, വിവിധ ഡിവിഷൻ കൗൺസിലർമാർ, സ്കൂൾ പ്രധാനാധ്യാപിക രാധാമണി, സാംസ്കാരിക നിലയം സെക്രട്ടറി പി പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന അനശ്വര കൈത്താങ് പദ്ധതിയുടെ കാര്യാലയവും സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. SS Gold, Pure Gold. SS Group, Nilambur.